ശ്രീ വി കെ സനോജ, അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞു ജയിച്ചില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്, ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും അവകാശപ്പെടുന്നതാണ് എന്ന്. നിയമസഭയിൽ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയുന്നുണ്ട് വി ഡി സതീശൻ. അപ്പോൾ അതൊരു വലിയ കോൺഫിഡൻസ് അല്ലേ? രണ്ട് ചോദ്യങ്ങളാണ്, രണ്ട് വെല്ലുവിളികളാണ് ശ്രീ രാജു പിനാർ അങ്ങയുടെ മുന്നിൽ വെച്ചത്. ഒന്ന്, ആവിഷ്കരിച്ച് പണം വകയിരുത്തി നടപ്പിലാക്കി പൂർണ്ണസ്ഥിതിയിലാക്കിയ ഒരു പ്രൊജക്റ്റ് പറയണം. രണ്ടാമത്തേത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്ന് പറയാൻ രാജു പിനാർ തയ്യാറാണ്, നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് ചോദ്യം. രാജു പിനാരുടെ ചോദ്യങ്ങളാണ്, പറയും. ഞാനതിലേക്ക് വരാം. ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് കേരളത്തിൽ 100 സീറ്റ് പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ രാജു പിനാരോട് ഇപ്പോൾ ചോദിക്കുന്നത്, ഈ 100 സീറ്റ് എന്നത് ഒരു നമ്പറിനപ്പുറത്തേക്ക് നിങ്ങൾ ആ മണ്ഡലത്തിൻ്റെ പേരുകളൊക്കെ വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. മറ്റൊന്ന്, കോൺഗ്രസ്സുകാർ ഇതവിടെ വയനാട്ടിൽ തന്നെ ക്യാമ്പ് നടത്താൻ അത് കോൺഗ്രസ്സുകാരുടെ ഒരു തൊലിക്കെട്ടി അപാരം തന്നെയാണ്. ഈ മഹാപ്രളയകാലത്ത് എല്ലാം വീടൊലിച്ചുപോയ ആളുകളുടെ പേരിൽ പണം ഭരിച്ചിട്ട് ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ, അതിനുവേണ്ടി ഒരു സെൻറ്റ് ഭൂമി പോലും എടുക്കാതെ ആളെ പറ്റിച്ച് അവിടെ തന്നെ പോയി ലക്ഷ്യ എന്ന് പറയുന്ന ക്യാമ്പ് നടത്തിയിട്ടുള്ള ആ തൊലിക്കെട്ടി ഉണ്ടല്ലോ, അതിന് നമുക്ക് നമിച്ചേ പറ്റൂ. ഇതേ രാജു പി നായർ തന്നെ ഇതേ മാതൃഭൂമി ചർച്ചയിൽ നിങ്ങളുടെ അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് വല്ലാതെ തട്ടിക്കയറിയിട്ട ചില ക്ലിപ്പിങ്സുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി നേരത്തെ കണ്ടിരുന്നു. അന്ന് നിങ്ങളുടെ അവതാരകൻ ചോദിച്ചത് ഈ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയെക്കുറിച്ചും അതുപോലെ തന്നെ KPCC പ്രഖ്യാപിച്ച 100 വീടിന് വേണ്ടിയിട്ട് ആപ്പ് വഴി എത്ര പിരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയണമല്ലോ. നിങ്ങളിപ്പോൾ വി ഡി സതീശനെക്കുറിച്ച് ഒരു വല്ലാത്ത പുകഴ്ത്തലോടുകൂടി പറഞ്ഞല്ലോ. വി ഡി സതീശനാ പറഞ്ഞത് എൻ്റെ പേരിലും അതുപോലെ തന്നെ KPCC പ്രസിഡൻ്റായിട്ട് സുധാകരൻ്റെ പേരിലുമാണ് ആപ്പ് വഴി പണം വന്നത് എന്ന്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചു ആപ്പ് വഴി എത്ര പിരിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരം എന്തായിരുന്നു അറിയുമോ? ആപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ലോകത്താദ്യമായിട്ട് പിരിച്ച ആപ്പ് ആവിയായി പോയിട്ടുള്ള പ്രസ്ഥാനം, ആവിയായി പോയി എന്ന് പറഞ്ഞ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ആപ്പ് വഴി പിരിക്കുന്ന പണം ആ സെക്കൻഡിൽ തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള അറിവ്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇങ്ങനെ ആളുകൾക്കിടയിൽ എപ്പോഴും ഇങ്ങനെ കള്ളപ്രചരണം നടത്തി ദുരന്തമുഖത്ത് കൊള്ള അടിക്കുന്ന കൊള്ള സംഘമായിട്ട് കോൺഗ്രസ് മാറി. അവരങ്ങനെ പലതും പ്രഖ്യാപിക്കും. അവർക്ക് എന്താ ഇപ്പോൾ 100 സീറ്റ് എന്ന് പറയുന്നത് വലിയ മുടക്കമുണ്ടോ? അവരിപ്പോൾ കനകോലൂരിയും കുറേ ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പല അഭ്യാസം നടത്തും. ഞാൻ പറയുന്നത്, ഞങ്ങൾക്കിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു, കണക്കുകളൊക്കെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആ കാര്യങ്ങൾ പരിഹരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാലും ഓരോ ഇലക്ഷനും ഓരോ വോട്ടിംഗ് പാറ്റേണാണ്. ഞാൻ ചില കണക്കുകൾ പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ 10,000-ൽ താഴെ വോട്ട് കുറഞ്ഞ 39 മണ്ഡലമാണുള്ളത്. 39 മണ്ഡലം, 57 മണ്ഡലത്തിൽ ഇപ്പോഴും ഇത്രയേറെ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഇടതുപക്ഷത്തിന് 57 മണ്ഡലങ്ങളിൽ ലീഡുണ്ട്. മാധു, 10,000-ൽ താഴെ വോട്ട് കുറവുണ്ടായിട്ടുള്ള 39 മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ ചില കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 1000-ൽ കുറവ് വോട്ടുള്ള 3 മണ്ഡലം നെന്മാറയിലും എറണാകുളത്തും ഉടുമ്പൻചോലയിലും, 1000-നും 2000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 7 മണ്ഡലം, 2000-നും 3000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 3 മണ്ഡലം, 3000-നും 4000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 4 മണ്ഡലം, 4000-നും 5000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 3 മണ്ഡലം. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ജനങ്ങളാകെ നിരാകരിച്ചു എന്നൊന്നും ആരും ഈ കണക്കുകൾ വെച്ച് പറയേണ്ടതില്ല. കണക്കുകളെല്ലാം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വളരെ കൃത്യമായ ഇനി ആ ചോദ്യത്തിലേക്ക് വരൂ. അങ്ങ് പറഞ്ഞത് അങ്ങനെ തന്നെ എടുക്കുന്നു. ഇനി ആ ചോദ്യത്തിലേക്ക് അല്ല രാജു പിന്നെ ഞാൻ നേരത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആ ചോദ്യോത്തരം പറയേണ്ടിക്കില്ല. രാജു പി നായർ ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യോത്തരം പറയണം. UDFന് അധികാരം കിട്ടേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ലീഗിൻ്റെ ഒരു മഹാൻ അവിടെ പ്രസംഗിച്ചത്. ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു, ഞാനത് കേട്ടിട്ടില്ല, പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യം, UDFിലേക്ക് ക്രിസ്ത്യൻ വോട്ട് തിരിച്ചു വന്നു എന്ന് സതീശൻ പറഞ്ഞതായിട്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ കാണുന്നത്. എങ്ങനെയാണ് ഈ സമുദായപരമായിട്ട് ഈ വോട്ട് എങ്ങനെ വിഭജിക്കുന്നത്? പോപ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ സതീശനോട്, സതീശ ക്രിസ്ത്യൻ വോട്ടൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന്?
അപ്പം മതപരമായിട്ട് ജാതീയമായിട്ട് വോട്ടിന് ഭിന്നിപ്പിച്ചിട്ട് അങ്ങോട്ട് എടുത്തു എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ഇതൊക്കെയാണ് വർഗീയത. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ്, ആ ലോക ഭീകരവാദ പ്രസ്ഥാനമാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മുസ്ലിം ബ്രദർഹുഡിന്റെ കേരള പതിപ്പായിട്ടുള്ള, ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി പഴയതുപോലെ മതരാഷ്ട്രവാദം പറയുന്നില്ല എന്ന് പറഞ്ഞ് ക്ലീൻ ചിട്ട് കൊടുത്ത ഈ സതീശൻ വർഗീയവാദിയല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വർഗീയവാദികൾ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ ഞാനല്ല അങ്ങനെ രാജു പിനാറിന്റെ ചോദ്യത്തിന് എനിക്കും മറുചോദ്യങ്ങളുണ്ട്. രാജു പിനാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കുട്ടിയൊന്നുമല്ല ഞാൻ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങോട്ട് പറയൂ. ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരം ഇങ്ങോട്ട് പറയൂ. ഞാൻ പറയുന്നത് ഈ ലോക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ അനുയായികളെ ഇവിടെ കയ്യിൽ വെച്ച് മടിയിലിരുത്തിയിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ, ആ മടിയിലിരുത്തിയ കുഞ്ഞുങ്ങളെ, ആ വർഗീയവാദികളെ ആദ്യം ഇറക്കി വിട് രാജു പിനാറെ. പിന്നെ രാജു പിനാർ ചില കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ ചില കാര്യങ്ങൾ പറയാം, അതിനെക്കുറിച്ച് നിങ്ങൾ ഉത്തരം പറയാൻ പാടില്ല. ഏത്? വാട്ടർ മെട്രോയെ കുറിച്ച് പറയാൻ പാടില്ല, മെട്രോയെ കുറിച്ച് പറയാൻ പാടില്ല, വിഴിഞ്ഞത്തെക്കുറിച്ച് പറയാൻ പാടില്ല, ദേശീയവാദിയെക്കുറിച്ച് പറയാൻ പാടില്ല. അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ പറയണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ റവന്യൂ കമ്മി അത് പരിഹരിച്ചില്ലേ? കേരളം പിന്നെ അതിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടില്ലേ? ഈ വർഷത്തിനിടയിൽ വർദ്ധിപ്പിച്ചല്ലോ. CAG റിപ്പോർട്ട് എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പോൾ കേരളത്തിൻ്റെ പരിമിതമായ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന് രാജു പിനാർ പറയുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന കാര്യം രാജു പിനാർ മറച്ചു വെക്കുന്നു. എന്തുകൊണ്ടാണ്? പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ശശി തരൂർ മൂപ്പറിപ്പോൾ ഏത് പക്ഷത്താണ് ഉള്ളത്? മോദിയെ വാനോളം പുകഴ്ത്തുക അല്ലേ? എന്നിട്ട് ഇപ്പോൾ ലക്ഷയിൽ പോയിട്ട് ആളുകളെ കെട്ടിപ്പിടിക്കുക. നാണം വേണ്ടേ രാജു പിനാർ? നാണം വേണ്ടേ? നിങ്ങൾ ആ ശശി തരൂരിനെതിരായിട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന നേതാവിനെതിരായിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാട്ടോ, എന്നിട്ടെങ്കിലും നാട് നന്നാക്കാൻ വേണ്ടി പറയും. ഇവിടെ ഇന്ത്യയിൽ എല്ലാ നിലയിലും മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും സംസ്ഥാനങ്ങളോട് നമ്മുടെ കേരളത്തോട് അവഗണന കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ പുകഴ്ത്തുന്ന പണിയല്ലേ ഈ ശശി തരൂർ എടുക്കുന്നത്? ആ ശശി തരൂരിനെ ലക്ഷ്യയിൽ കൊണ്ടുപോയിട്ട് കെട്ടിപ്പിടിക്കുന്നു അല്ലേ? ആ ശശി തരൂർ നല്ല ശശി തരൂർ. എന്നിട്ട് ഇപ്പുറത്ത് കുറച്ച് ആളുകൾ നോക്കിയിട്ട് ഇതാ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് അവിടെ പറഞ്ഞാൽ മതി. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം അത്തരം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് പറയൂ. ഞാൻ ചോദിക്കുന്നത് 5 ലക്ഷം വീട് എടുത്തിട്ടില്ലേ? 5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ലേ കേരളത്തിൽ? അത് ഇല്ലാത്തതാണോ? അത് PR എക്സൈസ് ആണോ? ഉമ്മൻചാണ്ടി കാലത്ത് കൊടുത്ത 5000 രാജു പിനാർ പച്ച കള്ളം പറഞ്ഞു. 5 ലക്ഷം എന്ന് പറഞ്ഞു. 5000 ഒരു 0 കൂടിപ്പോയി. ചാനൽ ചർച്ചയിൽ വന്ന് എന്തും അങ്ങ് തള്ളിയാൽ നടക്കുമോ? 5000-ൽ കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. എന്ത് നിർമ്മിച്ചു കൊടുത്തു? അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം അത് ചെറിയ കാര്യമാണോ? ശരി, ഓക്കെ. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ P. രാജീവ് ഒരു അവാർഡ് ഏറ്റുവാങ്ങി. എന്തിനുള്ള അവാർഡാണ്? ഒരു ഘട്ടത്തിൽ കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞ് ആക്ഷേപം നേരിട്ടിരുന്നു. ഇന്ന് കേരളം ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? കേരളത്തിൽ വ്യവസായം സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് നിരവധി ചട്ടങ്ങൾ ഭേദഗതി വരുത്തി, പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനകത്ത് ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചത് എന്നത് കേന്ദ്രം സാക്ഷ്യപ്പെടുത്തുന്നു അല്ലേ? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിയമസഭയിലടക്കം ചർച്ച ചെയ്തതാണ്. എം വി ഗോവിന്ദൻ മാസ്റ്ററുടേതാണെന്ന് തോന്നുന്നു. അത്തരത്തിൽ 3000-ത്തിലധികം വീടുകൾ മാത്രം, 3700-ഓളം വീടുകൾ മാത്രമാണ് നിർമ്മിച്ചു നൽകിയതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ സഭയിൽ പറഞ്ഞതിനെ തുടർന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ.ടി. ജലീൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് ആ കാര്യത്തെ ഖണ്ഡിച്ചത്. ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം വീടുകളുണ്ട് എന്ന് VD സതീശൻ പറയുകയും ചെയ്തതാണ്. ഇത് സംബന്ധിച്ച് നിയമസഭയിലടക്കം ചർച്ചയുണ്ടായിട്ടുള്ളതാണ്. കോൺഗ്രസിന് പ്രതിരോധിക്കണമെങ്കിൽ പ്രതിരോധിക്കാം അങ്ങയുടെ ഊഴത്തിൽ. ഞാൻ നിയമസഭയിൽ പറഞ്ഞതായതുകൊണ്ട് മാത്രമാണ് ആ വിഷയം ഉന്നയിച്ചത്. കെ.ടി. ജലീലാണ് അന്ന് മറുപടി പറഞ്ഞത്. കെ.ടി. ജലീലിന്റെ മറുപടി ഉദ്ധരിച്ചുകൊണ്ടാണ് VD സതീശൻ ഈ വിഷയം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശത്തിന് എതിരായി അത് നിയമസഭയിൽ പറയുകയും ചെയ്തത് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ.